ഉണ്ടെങ്കിലും നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഒരു കരുതൽ എന്നുള്ള നിലയ്ക്കാണ് ശരിക്കും എന്ത് പറഞ്ഞത്, ഈ പറഞ്ഞൊരു കാര്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? മെറ്റ ആർമിയുടെ ഭാഗമായിട്ട് മാറണം. മെറ്റ ആർമി കനിഞ്ഞനുഗ്രഹിച്ചു തന്ന ഒരു റാങ്കാണ് മെറ്റ ക്രാക്ക്. ആദ്യത്തെ ബാച്ചില് ഏതാണ്ട് 6ഓളം ആൾക്കാർ എന്ത് ചെയ്തു? മെറ്റ ക്രാക്ക് അടിച്ചു. നേരെ ഇവിടെ ത്രിബിള് വരെ ഇരിപ്പുണ്ട്. ഒന്നും കിട്ടാതിങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെറ്റാ ക്രാക്കായിട്ട് വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. മെറ്റാ ക്രാക്കായിട്ട് മാറിയാൽ എന്ത് കിട്ടും? 1 ലക്ഷം രൂപയുടെ ഫാമിംഗ് ഫ്രീ ആയിട്ട് തന്നു മെറ്റ ആർമി. പക്ഷേ അതിനു വേണ്ടി ആവശ്യപ്പെട്ടത് ഒരു 16 ലക്ഷം രൂപയുടെ ബിസിനസ് ആണ്. അത് എയർലി ബേഡിലൂടെ വരണം. നോർമലുള്ള ഫാമിംഗ് അല്ല, എയർലി ബേഡിലൂടെ വരണം. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഈ 16 ലക്ഷം രൂപയുടെ ബിസിനസ് വേണമെങ്കിൽ ഞാൻ ഒരാൾ പറയുക, ഞാൻ അങ്ങ് അടയ്ക്കാം, എന്നെ മെറ്റാ ക്രാക്ക് ആക്കാമോ? ആക്കുമോ? ബാക്കിയുള്ളവർ 3.5 കൊല്ലം കാത്തിരുന്നിട്ട് എന്തായാലും മെറ്റാ ക്രാക്ക് ആയി. ആലോചിച്ച് നോക്കി, ശരിയല്ലേ? കാരണം ഇവിടെ നോക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, മെറ്റാ ക്രാക്ക് ആകണമെങ്കിൽ ആദ്യം മെറ്റാ ക്രാക്കിന്റെ ലിസ്റ്റിൽ വരും, അല്ലെ? മെറ്റാ ക്രാക്ക് എന്താണ്? മെറ്റാ ആർമിക്ക് ഒരു ഗവേൺ ബോഡി ഉണ്ട്, അവരാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലാവണം. അവിടെ റോബോട്ട് വരുന്നുണ്ട് കേട്ടോ, ബോട്ട്. ചില ആൾക്കാരൊക്കെ പറയും മീറ്റിംഗിൽ കയറി ഞാൻ എന്താണ് കയറുന്നുണ്ടെന്നൊക്കെ പറയാം. ഈ റോബോട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കയറുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പണിയൊക്കെ പുള്ളിക്കാരുടെ ഇരിപ്പുണ്ട്. കളിപ്പീര് പരിപാടി കൊണ്ട് പുള്ളിക്കാർ അടുത്ത് നടക്കില്ല. കാരണം പുള്ളിക്കാരോട് സ്നേഹമില്ല. അതാ റെക്കമെൻഡേഷൻ പറഞ്ഞാൽ പുള്ളി കൊണ്ട് കേൾക്കത്തില്ല. എന്തായാലും ചെവി കേൾക്കാന്നില്ല പറഞ്ഞാൽ കാര്യമുള്ളൂ. ഇത് ചെവിയൊന്നും കേൾക്കത്തില്ല റോബോട്ടിന്. പുള്ളി പഠിച്ചു വെച്ചേക്കുന്ന കാര്യം മാത്രം പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ മീറ്റിംഗിലുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന കേസാണ്. 100% ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട്? അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണോ? ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കി നമ്മളുടെ എത്രമാത്രം ബിസിനസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെറ്റ ആർമിയുടെ സെലക്ഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മെറ്റ ക്രാഫ്റ്റിന്റെ സെലക്ഷനിലേക്ക് വരുന്നത്. ആ സെലക്ഷനിൽ വന്നു കഴിയുമ്പോഴാണ് എന്ത് കൊടുക്കുക? ടാർഗറ്റിന്റെ കാര്യങ്ങൾ കൊടുക്കുക. ഈ വർഷം 24 ആൾക്കാർക്കാണ് എന്നുള്ളത് ചാൻസ് ഉള്ളൂ. ആ 24 ആൾക്കാരുടെ കാര്യങ്ങൾക്ക് അത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഈ വർഷത്തെ ചാൻസ് കഴിയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ വെറുതെ ഇവിടെ വരത്തില്ലല്ലോ. അത് ഈ പ്രസ്ഥാനത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടും ഈ പ്രസ്ഥാനത്തെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടും ഇതിനകത്ത് വരുമാനം കിട്ടുന്ന ഒരവസ്ഥ ഉള്ളതിന്റെ പേരിലാണ് സാർ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സദസ്സിലേക്ക് ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉത്സാഹം എന്താവാം, മെറ്റക്രാട്ടാവാം. 1 ലക്ഷം രൂപയുടെ ഫാമിംഗ് നമുക്ക് നടത്തി തന്നു. ഞങ്ങളൊക്കെ ഈ കാലഘട്ടത്തിരിക്കുന്ന ഷൂ മെറ്റ ആർമിയുടെ വകയാണ്. അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അലവൻസ്. ആർക്കും ഒന്നും തോന്നരുത്, ഇന്നും ഒരു അലവൻസ് ഞങ്ങൾക്കുണ്ട്. കണ്ടോ, ചിരി പോയ പോക്കുണ്ടോ? നേരത്തെ ചിരിച്ചു ഉല്ലസിച്ച് കൈയടിച്ചോണ്ടിരുന്ന മനുഷ്യന്മാരാ. ഇതുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നോക്കിയേ, ആ ചിരിയും പോയി പുഞ്ചിരിയും പോയി അവർ ലോഹി അങ്ങോട്ട് മാറ്റി വെച്ചു. തീർച്ചയായിട്ടും ഇനി ഇപ്പം മെറ്റാ ക്രാറ്റായിട്ട് വരുന്ന ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും മെറ്റാ ആർമിയുടെ ഭാഗത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ തന്നെ പറ, ഇതൊരു സൂപ്പർ കരിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂലേ? നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ കരിയർ ആയിട്ട് അടി ഉറച്ചതിലും ഇതിന്റെ പിന്നിൽ നിന്നാൽ നമ്മൾ രക്ഷപ്പെടുകയോ? 100%. നമ്മൾ ഇത് ചെയ്താലും ചെയ്തില്ലേലും പേളുകളിലൂടെ കാണും. നമ്മൾ മൺമറഞ്ഞാലും എന്ത് കാണും? പേളുകളിലൂടെ കാണും. കാരണം എന്താണ്? പേൾവിൻ വിൽ നെവർ എൻഡ്. പേൾവിൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്ന് ഒത്തുപിടിക്കണം. ഇത്രയും ആൾക്കാർ മാത്രം വിചാരിച്ചാൽ ഈ ഭാരതത്തിന്റെ അവസ്ഥ മാറ്റാൻ അറിയാമോ? കടബാധ്യത ഇല്ലാത്ത ജീവിതം, സന്തോഷഭരിതമായ ജീവിതം, ഒരുവിധ അല്ലലും അലച്ചിലും ഇല്ലാതെ ഒരു കാര്യങ്ങൾക്കും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജനതയെ, അത്തരത്തിലുള്ള ഒരു ഭാരതത്തെ വാർത്തെടുക്കുവാൻ അതിനുവേണ്ടിയാണ് ഈശ്വരനാകുന്ന ദൈവം തമ്പുരാൻ നമുക്ക് ഈ അവസരം തന്നേക്കുന്നത്, അല്ലെ? അതിന്റെ മുൻനിരയിൽ നിൽക്കണം. നമ്മൾ മുൻനിരയിൽ നിന്നുകൊണ്ട് നയിക്കണം. കാരണം എന്താണ്? ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, നിനക്കുറപ്പുണ്ടോ ഞാൻ അടയ്ക്കാം? നിന്റെ തൊറ്റ അടിയായിരുന്നു ഞാൻ ഏറ്റു ഈ പൈസയുടെ കേസ്. അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞു ഡോക്യുമെന്റ് തരണം. ഞാൻ ചെക്ക് മതി.
അപ്പൊ ഞാൻ അതിന്റെ കൊടുത്ത് വേറെ കാര്യം കൂടെ പറഞ്ഞു, പാതി ലാഭം എനിക്ക് തന്നു. അതെന്നാ കച്ചവടം അത്? പുള്ളി പൈസ മുടക്കുന്നു, നഷ്ടം വന്നാൽ ഞാൻ തന്നെ ചോദിക്കണം, ലാഭം കിട്ടിയാൽ പുള്ളി മുഴുവനും എടുക്കും. അത് നടക്കുന്ന കേസാണോ? അപ്പൊ പുള്ളി പറഞ്ഞു എന്നാ ചെക്ക് വേണ്ട, നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഉണ്ട്, അതെ നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നമ്മളുണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ ഉത്തരവാദിത്വം പറഞ്ഞ എന്തുകൊണ്ടാ? പുള്ളിക്കാരൻ മേടിച്ച സാധനം പുള്ളിക്കാരന്റെ വാലറ്റിലായിരിക്കുന്നത്, അത് തുറന്നു നോക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എനിക്ക് ഉത്തരവാദിത്വം പറയുന്നത് കുഴപ്പമിരിക്കണേ. ഞാൻ പറഞ്ഞു പുള്ളി പൈസ അടച്ചു. അങ്ങനെ ഡെയിലി ഫാമിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എയർലി ബേർഡിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ വോളിയം ജനറേറ്റ് ചെയ്യാൻ കഴിയണം. എയർലി ബേർഡ് എക്കാലവും ഉണ്ടാവില്ല. അപ്ഡേഷൻ കഴിയുന്നതോടുകൂടി എന്താവും? എയർലി ബേർഡ് മിക്കവാറും സ്റ്റോപ്പ് ചെയ്യും, സാധ്യതയുണ്ട്. പുതിയ ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ വരുവാണ്. എന്താണെങ്കിലും എനിവേ നിങ്ങൾക്കൊരു നേരിയ ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം, വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ മറ്റുള്ളവർ ചീത്ത പറഞ്ഞോട്ടെ, കളിയാക്കിക്കോട്ടെ, ഒക്കെ നടന്നോട്ടെ, പക്ഷെ നമ്മൾ വിജയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കും. മനുഷ്യനങ്ങനെ സ്വഭാവമുണ്ട്, ആദ്യം ചീത്ത പറയും, പിന്നെ കളിയാക്കി കൊല്ലാൻ നോക്കും. എന്നിട്ടും സാറ് കുലുക്കുന്നില്ലെന്ന് കണ്ടാൽ ഞാനും കൂടെ വന്ന് കുത്തിക്കുന്നു. സാറ് പറഞ്ഞതാ ശരിയെന്ന് പറഞ്ഞു. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. 100% നമുക്ക് വിജയിക്കാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.